ഇതെന്തിനാണ് ഇവിടെ പൈപ്പ് കൊണ്ടു താണിട്ട് വാടാ. സാധാരണ കിണറിന്ന് വെള്ളം എടുക്കലാന്ന്. ഇത് കിണറിലേക്ക് വെള്ളം ഒഴിക്കാനാ പൈപ്പ്? എടുക്ക സാധനം എടുക്ക്. അതെ, അച്ചക്കം വരണതിന്റെ മുമ്പ് 2 അടിച്ചിട്ട് ഊണ് കഴിച്ചിട്ട് ഉറങ്ങണം. എന്നിട്ട് എണീറ്റിട്ട് ഫിറ്റ് ഉണ്ടാവരുത്. അവൻ ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞ എന്നെ കൊല്ലുവൻ. സോട്ടാ ഇതാ ഡോക്ടർ പറഞ്ഞ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഫാറ്റി ലിവർ സ്റ്റേജ് 3. ഇനി കഴിച്ച അസുഖം പറയാവും. ഇന്ന് ലാസ്റ്റ് കുടി. എനിക്ക് കുടിക്കൂലെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഇനി കൂട്ടുന്നത്. ഇല്ല ഉണ്ണേ, ഇത് ലാസ്റ്റ് ആണ്. ഞാൻ തൊടില്ലേ? വേണ്ട ദേവട്ടാ, നമുക്കത് പറ്റില്ല. സുഹൃത്തിനെ ഇങ്ങനെ എനിക്ക് കാണും. 1 കൊല്ലം കൂടി കാണണം. പിന്നെ ഞാൻ ഇല്ല, ഞാൻ ഗൾഫ് പോകുമല്ലോ. നിർത്തി, ഞാൻ നമുക്ക് കാണുകയില്ല. മതി, വെള്ളം കുറച്ച് മതി. അല്ല, വെള്ളം നന്നായി കഴിച്ചോ, ഇല്ലെങ്കിൽ എന്റെ അവസ്ഥ വരും. വെള്ളം ഒഴിക്കട്ടെ? ഒഴിച്ചോ, മതി മതി, അത്ര മതി. പിന്നെ ഇതാ സുഖേട്ടാ, അസുഖം സീരിയസ് ആണ്, മരിക്കുന്നാന്ന് പറഞ്ഞു. അപ്പൊ നോക്കണം. സത്യം ഉണ്ണി, ഇത് ലാസ്റ്റ്. ഇനി ഞാൻ കഴിക്കില്ല. സുഖേട്ടന്റെ അവസാന തഴപ്പ്. ദൈവമേ, ഒരുത്തങ്ങട്ട് തണ്ട. എന്താ ചെയ്തേട്ടാ? ഇതെന്താ കിണറ്റ് ഭാഗത്ത് മോട്ടർ വെള്ളം എടുക്കണില്ല, അത് നോക്കാൻ വേണ്ടിട്ട്. വേറെന്താ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. അപ്പൊ ശരി ശരി ശരി. അതെ, അയാളെങ്ങാനും മുമ്പപ്പെട്ടാണ്ടല്ല, പിന്നെ പൂവില്ലടാ. ഒരു തുള്ളി ഞാൻ കൊടുക്കൂല. കൊടുക്കല്ല, ആരും അയാളെ അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ആകാശവാണിയാ. അല്ല, അപ്പുറത്തോടെ പോന്ന ഇപ്പൊ ഇത് ഇവിടെ തടസ്സമാണല്ലോ. അല്ല, എന്തിനിപ്പോ വയ്യാത്തോടത്ത് ഇപ്പൊ ഇങ്ങടൊക്കെ വന്നത്? ഇതൊക്കെ ഉണ്ടല്ലോ, എന്റെ ഒരു പ്രായത്തില് ഒറ്റ ചാട്ടത്തിന് നടന്നിരുന്ന ആളാ ഞാൻ. ഇപ്പൊ വഹിക്കില്ല എന്നുള്ളത് കുഴപ്പമില്ല, ഞാൻ അപ്പുറത്ത് കൂടെ വരാം. അല്ല, വേണമെന്ന് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കണേ. ഇങ്ങോട്ട് വരുന്നത് എന്തപ്പണ്ടായി? കെന്റിലേ മോട്ടർ എടുക്കണില്ല, അതാണ്. ശരി, ആ മോട്ടർ ഏതെങ്കിലും പൊക്കാൻ പറ്റുന്ന ആളെ കൊണ്ട് എടുപ്പിച്ചാ മതിയല്ലോ. അതെ മതി. വല്ല കാറിട്ട് എന്തെങ്കിലൊക്കെ കയറിണ്ടെങ്കിലേ എന്തേലും ചെയ്യണം. വല്ല വെള്ളമൊക്കെ ഉണ്ട്, നിറയെ വെള്ളമൊക്കെ ഉണ്ട്. വെള്ളം ഉണ്ടല്ലോ. പിന്നെ അല്ല എന്റെ ശീതലേട്ടാ, നിങ്ങൾ ഈ വയസ്സുകാലത്ത് എന്തിനാ പുറത്തിറങ്ങി നടക്കണ? വീട്ടിലിരുന്നാ പോരെ? എന്തല്ലാണ്ട് ചെയ്യാ, വീട്ടിലിരിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നേരം വെളുക്കുമ്പോ സത്യനും ഭാര്യയും കൂടിട്ട് അങ്ങോട്ട് ജോലിക്കാറും ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ വീടിനകത്ത് ഒറ്റയ്ക്ക് ഒരാളിങ്ങനെ ഈച്ചാനാട്ടിട്ട്. ടി വി ഉണ്ടല്ലോ, ടി വി കണ്ടിരിക്കാലോ. സീരിയല് അതൊന്നും കാണാൻ പറ്റില്ല. അതിങ്ങനെ അവരുടെയും പരദൂഷണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ. ഈ കുട്ടി എന്റെ അല്ലാതെ അവന്റെ ആണ്, മറ്റോളാണ് ആദ്യം പ്രേമിച്ചത്. ന്യൂസ് ഉണ്ടല്ലോ, വാർത്തകൾ കാണാലോ, വാർത്ത. എന്നാ പിന്നെയും ഭേദം സീരിയലാ. എന്താ അതിന്റെ സ്ഥിതി? അതിങ്ങോട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങോട്ട് പെരുപ്പിച്ച് അങ്ങോട്ട് പറഞ്ഞ ഒരാളുടെ കാലിന്റെ മുകളിൽ ഒരു ആണി കുത്തിയാ മതി. കാലിന്റെ മുകളിൽ ആണി കുത്തിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. അത് പിന്നെ കീറിയിട്ട് പിന്നെ പഴുപ്പുണ്ടായോ ഉണ്ടായില്ലേ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതൊക്കെ ചോദിക്കാം. എന്നിട്ട് അതിന്റെ പേരിൽ ഒരു ചർച്ചയും. അല്ല, ടി വി കാണണ്ട, കടന്നുറങ്ങിക്കൂടെ? അല്ല, അതൊക്കെ ശരി തന്നെയാണ്. അപ്പോ അങ്ങനെയൊക്കെയാണ്. പിന്നെപ്പോ ഉറങ്ങാന്ന് പറഞ്ഞല്ലോ പകല്. എന്താ സ്ഥിതി എന്നറിയോ സൂറാ നിനക്ക്? ഉറങ്ങാന്ന് പറഞ്ഞ പകലത്താ ഞാൻ കിടന്നുറങ്ങ, പിന്നെ ഒരു പോള കണ്ണടക്കില്ല രാത്രിയേ. അപ്പൊ അതും വയ്ക്കില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ അങ്ങനെ അത് ഉറങ്ങില്ല, തലവേദനയും. അതെ, മറ്റുള്ളവർക്ക് ഇപ്പൊ തലവേദന. അതാണ് ഇപ്പോഴത്തെ ഓരോരോ കാലങ്ങളെ. മഴ വരുന്നുണ്ട്, നല്ല ഇടിമഴയും വരുന്നുണ്ട്. ശരി തന്നെ, എല്ലാ കാലാവസ്ഥ ഒക്കെ ഇപ്പൊ വിചാരിച്ച മാതിരിയല്ലേ. അല്ല, അതല്ല, ഈ മഴ കൊള്ളണ്ട, അങ്ങോട്ട് നേരത്തെ വീട്ടിൽ പൊക്കോളൂ. ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതി എന്താ പറയണെന്ന് വെച്ചാൽ, കാലാവസ്ഥാ നിരീക്ഷകര് പറയണത് 2 മാസം അപ്പുറത്തേക്കായി. ഞാറ്റുവേലൊക്കെ ഇപ്പോ
2 മാസം അപ്പുറത്തേക്കായി. അപ്പൊ എന്താ ഈ കൃഷിയുടെ സ്ഥിതി? താറുമാറായില്ലേ? പൊക്കോളൂ, ഞങ്ങള് പോവാണ് അങ്ങടെ. എന്നപ്പോ നിങ്ങള് പോവേ. എന്നാ ഞാനിപ്പോയി കുറച്ചു നേരം ഒന്ന് ഇരുന്നിട്ട് പോയാലോ എന്ന് ആലോചിക്ക. അല്ലേ മഴ പെയ്യും, സീതളേട്ടൻ അങ്ങോട്ട് പൊക്കോളൂ. ഇനി മഴയൊക്കെ കൊണ്ട് ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും വീണാ സത്യം വന്ന് ചോദിച്ചാ ഞങ്ങളെ ചീത്ത പറയാ. അതാണേ. അത് ശരിയാ. ഇപ്പൊ നിങ്ങൾ ചീത്തയാക്കണ്ട, ഞാൻ കണ്ടൂന്നൊന്നും പറയണ്ട കേട്ടോ. ഇല്ല ഇല്ല പൊക്കോളൂ. പിന്നെ വൈകുന്നേരം ചീത്തയാക്കണ്ട വരും. അതെ അതാണ്. അതാണിപ്പോ. ഇതിപ്പോ ഇവിടെ അങ്ങനെ കെട്ടിവെച്ചേക്കാണല്ലോ അല്ലേ? അതേ കിടക്കാൻ പറ്റില്ല. അപ്പുറത്ത് കൂടെ അല്ല അതേനെ ചാടി കിടക്കാൻ പറ്റില്ല. അതെ അതെ. എങ്ങളെന്താ അങ്ങനെ പോവാ. വീഴണ്ടേ അങ്ങനെ. ഉണ്ണിയേ, എന്നാ ശരി, പണിയുണ്ട്, ഞാൻ വിളിക്കാട്ടോ. സത്യനോട് പറഞ്ഞിട്ടേ, സത്യനോട് പറഞ്ഞിട്ട് ഞാൻ വിളിക്കാം. വേറൊന്നുമില്ലല്ലോ. മഴ മഴ നല്ല മഴ പെയ്യുന്നോണ്ടല്ലേ? മഴ ആയിക്കോട്ടെ. നല്ല മഴ. എന്നാ ശരി കേട്ടോ. എന്താ ചെയ്യാ, മനുഷ്യന്മാരോരവസ്ഥകള് ഒരു ദിവസം തള്ളി നീക്കാം. പിന്നെ എന്താ വീണോ? ഇല്ല. എന്താ പറയാ? ഒന്നുമില്ല, പിന്നെ പറയാ. എന്നാ ശരി കേട്ടോ. എന്താ ചെയ്യാ, ഓരോ കാര്യങ്ങള് ദൈവം കാക്കട്ടെ. വീട്ടുകാരൻ വരട്ട് ചോദിച്ചോ. ശീതളേട്ടൻ ഇവിടെ എത്തിയോ? ഞാൻ അങ്ങനെ. അല്ലടാ, നീ ചോറ് കൊണ്ടുപോയതല്ലേ വൈകുന്നേരം വരെ പറഞ്ഞിട്ട്? പിന്നെന്താ ഉച്ചക്ക്? കെന്റെ അടുത്ത് എന്തായിരുന്നു പരിപാടി? ഏത് കിണറ്? നമ്മളെ. എന്ത് പരിപാടി? ഉണ്ണി എന്താ അവിടെ? ഉണ്ണിക്ക് എന്തായിരുന്നു അവിടെ പരിപാടി? ഉണ്ണിക്ക് മോട്ടർ നമ്മൾ എടുക്കണില്ലല്ലോ, വെള്ളം എടുക്കണില്ല. അപ്പൊ അത് നോക്കാൻ. ഉണ്ണി മോട്ടറിന്റെ പരിപാടി തുടങ്ങിയോ? അല്ല, കിണറിന്ന് മോട്ടർ എടുക്കണല്ലോ. ഉണ്ണി ഒറ്റയ്ക്ക്? ഞാനും. നിങ്ങൾക്ക് എടുക്കാനുള്ള ആവതുണ്ടോ ആ മോട്ടർ? രണ്ടാളും കൂടി. എന്ത് അടിച്ചു നിങ്ങള്? അത് മോട്ടർ അടിക്കാൻ പറ്റിയില്ല. മോട്ടറിന്റെ കാര്യമല്ല, നിങ്ങൾ എത്ര അടിച്ചോ? ഉണ്ണി 6 അടിച്ചു. ഉണ്ണിയല്ല എന്റെ അച്ഛൻ, നിങ്ങളെ എന്റെ അച്ഛൻ. എത്ര അടിച്ചു? സ്വരൂപേ, ഞാൻ അങ്ങടെ എത്ര അടിച്ചൂന്ന് ആൾക്കാർ കേൾക്കുന്നതിനൊക്കെ മാനമുണ്ട്. എത്ര അടിച്ചു? ഉണ്ണി 6. ഉണ്ണി കേൾക്കുന്നില്ല. ഉണ്ണി 6 അടിച്ചു. ഉണ്ണി 6 അടിച്ചു. നിങ്ങൾ എത്ര അടിച്ചു? 4. നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾക്ക് എന്താ അസുഖം? നിങ്ങൾക്ക് എന്താ അസുഖം? നിങ്ങൾക്ക് ബോധമുണ്ടോ നിങ്ങൾ അസുഖത്തിനെ കുറിച്ചിട്ട്? ലിവറിന്റെ. എന്ത് കുടിച്ചാ നിങ്ങൾക്ക് ലിവറിന്റെ പ്രശ്നം വന്നേ? മദ്യം. ഇന്നെന്താ കുടിച്ചേ? ലാസ്റ്റ് നിർത്തി. ഇത് എത്രാമത്തെ ലാസ്റ്റാ? ഏറ്റവും ഒടുക്കത്തെ ലാസ്റ്റോ? നിങ്ങൾക്ക് ഇതിന്റെ ഒന്നും അറിഞ്ഞൂടാ. കാരണം നിങ്ങൾ ഇവിടത്തേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം കുടിച്ച് തീർത്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ലിവറിന് കംപ്ലൈന്റ് ആരാ പൈസ കൊടുക്കാനുള്ള? ഇവിടെ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അച്ഛാ, ഉണ്ടാക്കി വെച്ചതെല്ലാം കൊണ്ടേ കളഞ്ഞിട്ടേ ഉള്ളൂ നിങ്ങൾ കുടിച്ചിട്ട്. ആ ബോധം നിങ്ങൾക്ക് ഒരു കാലത്ത് നിങ്ങൾക്ക് വന്നിട്ടില്ല, ഇനിയും വന്നിട്ടില്ലെങ്കിണ്ടല്ലോ. നോങ്ങോട്ട് വരട്ടെ. ഓന്റെ മുട്ടും കളി ഞാൻ തല്ലി ഞാൻ ഓടിക്കൂ. ഒക്കെ അന്ന പറഞ്ഞാ മതി സൂറ കേട്ടോ. ഓനൊന്ന് തല്ലാൻ നോക്കുമ്പോ ചീത്ത അറിയാൻ നോക്കുമ്പോ ഇജ്ജ് സമ്മതിക്കൂല. എന്റെ ബാപ്പനോട് പറഞ്ഞത് കുട്ടികൾ ഒന്നാണെങ്കിലും ഓലക്കൊണ്ട് തല്ലി പഠിപ്പിക്കണതാ. ഇപ്പൊ സ്കൂളിൽ വിട്ടിട്ട് 1 മണിക്കൂറായി. ഓൻ കൂടെ എത്തിയില്ലല്ലോ. ഓനെടെ പോണത്? എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ അങ്ങടെ കൂടെ ഇവിടെ ഇരിക്കല്ലേ. അപ്പൊ ഇജ്ജ് അന്വേഷിക്കണത്. സ്കൂൾ വിട്ടാ പെട്ടെന്ന് എത്തണം എന്ന് പറയേണ്ട ഉത്തരവാദിത്തം എനിക്ക് ഉണ്ട്. അതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്.
കൊറേ പണിയുണ്ട് എന്റെ സൂറ ഓന്റെ കൂട്ടുകെട്ട മോശമാവുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഓന്റെ സ്കൂളിലെ പല കുട്ടികളും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെടുന്നുണ്ട് ഇപ്പൊ. എനിക്ക് വിവരം കിട്ടിയിരിക്കണ്. അളിയാ ആ മൊയ്തളിയാ ആ ഇതെന്താണ് അവിടെ? ആ ഇവിടെ അയാള് വീട്ടുകാരെയും പറഞ്ഞ വീട്ടുകാരും പറ നാട്ടുകാരും മുഴുവൻ കേട്ടിട്ട് നിങ്ങളുടെ വീട്ടുകാരും പറയല്. നിങ്ങളെ പെങ്ങളോട് വന്ന് പറയും വന്നിട്ട്. ആ വന്ന ഞാൻ അങ്ങോട്ട് വരണ്ട്. പിന്നെ ഇജ്ജല്ലേ ഏത് നേരം തന്നെ ഇവിടെ കിടന്ന് തുള്ളണ്. ചെത്തല കിളീന്റെ അപ്പുറത്ത് അന്റെ ഒച്ച. ആ വരുന്നുണ്ട് ഇനി ഇങ്ങോട്ട്. ഹേയ് നാട്ടുകാർക്ക് കിടന്ന് ഉറക്കണ്ട ഇവിടെ. നിങ്ങൾ രണ്ടാൾ ഇവിടെ താമസിച്ചിട്ട് എട്ടിച്ചു കൊടുക്കുകയും ചെയ്ത് കാലാക്ക്. ഇതെന്തപ്പത്? എപ്പോഴും ബഹളം തന്നെയാണല്ലോ. ആ ചെക്കന്റെ കാര്യം പറഞ്ഞിട്ടാണ് അളിയ. സുഹൈബിന്റെ എന്താ സുബൈബിന് സ്കൂൾ വിട്ടിട്ട് 1 മണിക്കൂറായി. ഓൻ ഇതുവരെ ഇവിടെ എത്തിയില്ല. ഓൻ എങ്ങോട്ടാ പോണെന്ന് ചോദിച്ചാ അവളടുത്ത്. അതെന്തിനാ എന്നോട് തന്നെ ചോദിക്കണേ? മൂപ്പര് കയ്യിലൊന്നും ഒരു ഉത്തരവാദിത്തമില്ല. ഇന്ന് കേക്ക് ഞാൻ രാവിലെ ഇന്നിപ്പോ ഒരു ദിവസം എനിക്ക് പണിയിലാണ് ഞാൻ ഇവിടെ കുത്തിരുന്നത്. അല്ലാത്ത ദിവസമൊക്കെ ഞാൻ പണിക്ക് പോണല്ലേ. ഇവളല്ല നോക്കേണ്ടത് കാര്യങ്ങള്. സ്കൂളിട്ട് വന്നില്ലെങ്കിൽ ഓനൊന്ന് വിളിച്ചു. മൊബൈലിൽ ഞാൻ വിളിച്ച് ഓൺ എടുക്കണേ, ഫോൺ എടുക്കണില്ല. അതെ അളിയാ, ആ ഇപ്പൊ അളിയന്റെ കുട്ടി ഉണ്ടല്ലോ, ആ അത് സത്യത്തിൽ അളിയന്റെ കുട്ടിയല്ല. സൂറ എന്താ എന്റെ പെങ്ങളെ സംശയിക്കണം നിങ്ങള്? ഒരു കാര്യം പറയുമ്പോ അതിന്റെ അന്തസത്ത മനസ്സിലാക്കിയിട്ട് വർത്താനം പറയും. എന്താ നിങ്ങൾ പറയണേ? ഇപ്പൊ നമ്മുടെ കുട്ടികളുണ്ടല്ലോ, ആ അത് നമ്മുടെ കുട്ടികള് മാത്രല്ല, അവര് ഈ സമൂഹത്തിന്റെ ഭാഗം കൂടിയാണ്. ആ ശരി. ആ ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം ഉണ്ട്. വ്യത്യസ്ത വ്യക്തിത്വങ്ങളുള്ള ആളുകളാണ് ഒരു വീടിന്റെ ഉള്ളിൽ കയറി താമസിക്കണേ. അളിയാ ഞാൻ ചോദിക്കട്ടെ, ഓന്റെ വാപ്പയല്ല ഞാൻ. 17 വയസ്സുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഓൻ കേക്കണ്ടേ? നമ്മള് അങ്ങോട്ട് മാതാപിതാക്കളെ വെച്ചിട്ട് പിന്നെ നമ്മള് പറഞ്ഞോടത്ത് നിക്കണം എല്ലതും എന്ന് പറഞ്ഞാൽ ആ ഒരു ധാരണകൾ ആദ്യം മാറ്റണം. അതൊക്കെ നമുക്ക് അതിനുള്ള ഒരു ബുദ്ധിയും ബോധമൊക്കെ നമുക്ക് ഉണ്ടാവണേ. അനക്കിപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്താ അത്ര ബോധം വന്നത്? ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഈ ഐസുവിന്റെ മറ്റേ ഇത് ചമ്മന്തി ഉണ്ടാക്കണതും പിന്നെ നാത്തൂന്റെ പോര് പറയണതായിട്ടുള്ള പരിപാടിയൊന്നല്ല ഞാൻ ഇതില് കാണല്. ഇതിവിടെ മോട്ടിവേഷൻ നടത്തണ കുറെ ആൾക്കാരുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ അഡ്വക്കേറ്റ് സത്യശീലൻ എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട്. ആളുടെ ഓരോ അഭിപ്രായങ്ങൾ ഈ ഫേസ്ബുക്കിൽ വരും. വായിച്ചിട്ടുണ്ടോ? ഈ വായിച്ചിക്കണോ? ഓള് വായിക്കല്, ഓള് റീൽസ് മാത്രം. റീൽസ് പറഞ്ഞ ഏത് ജാതി? ആ ജാതിയൊക്കെ അങ്ങനെ അവരുടെ അടുക്കളയില ഞങ്ങൾ ചക്ക മുറിച്ച് മറ്റോടത്ത് മുളഞ്ഞു തേച്ച് എന്നൊക്കെ പറഞ്ഞ അല്ല കണ്ടേ. അല്ല ഇയാള് കുട്ടികളെ കുറിച്ച് പറയണ്ടോ? പറയണ്ടോന്ന് എന്തൊക്കെ കാര്യങ്ങൾ. ഇതപ്പൊ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വിഷയല്ലേ, ഇപ്പൊ പറഞ്ഞ വിഷയം ഞാൻ ഇപ്പൊ വായിച്ചിട്ടേ ഉള്ളൂ. അത് ഞാൻ പറയാം. അതുകൊണ്ടാ ഞാൻ ഇപ്പൊ ഇതൊക്കെ ഇവിടെ പറയാൻ കാരണം. അത് കാണിച്ചറിയാം. അരുത് മാതാപിതാക്കളെ അരുത് എന്നാണ് തുടക്കം. എന്താ കാര്യം? എന്താ മൂപ്പര് കുറെ ആള് കേട്ടാളി. ഇന്നും പല വീടുകളിൽ വൈകി വന്നതിന്റെ പേരിൽ വഴക്ക് കേൾക്കേണ്ടി വരുന്നവരാണ് ഭൂരിഭാഗം വരുന്ന തലമുറയിലെ കുട്ടികൾ. അവരെ ശകാരിക്കാനും അവരുടെ അവകാശത്തിന്മേൽ കടിഞ്ഞാലിടാനും നിങ്ങൾ മാതാപിതാക്കൾക്ക് ആരാണ് അധികാരം തന്നത്? സമയത്തിന്റെ പേരിൽ ഇന്നും കുട്ടികളെ വഴക്കു പറയുന്നവർ ചിന്തിക്കേണ്ട ഒന്നുണ്ട്. സമയത്തിനും അതീതമാണ് ഈ പ്രപഞ്ചം. അവരെ പറക്കാൻ അനുവദിക്കുക. അവർ പറക്കട്ടെ, പറന്നുയരട്ടെ. അതെ 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 അതെ. ഓ ആ കഴിഞ്ഞ പോസ്റ്റ് ഏകദേശം ഒരു 300 ഷെയർ ഒക്കെ പോയിട്ടുണ്ട്. ആ ആ ആ ആ ആയിക്കോട്ടെ. ഓ താങ്ക് യു. ആയിക്കോട്ടെ ശരി. ആ വിളിക്കാം കേട്ടാ. സാറേ ഒരു കാര്യം, സത്യശീലൻ സാറല്ലേ? അതെ അതെ. ഞാൻ സാറിന്റെ ഒരു ഫാനാണേ. യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ കാണാറുണ്ട്, കുറിപ്പുകളൊക്കെ വായിക്കാറുണ്ട്. ഞാൻ സാറിന്റെ എന്ത് കണ്ടാലും അപ്പൊ ലൈക്ക് ചെയ്തിട്ടേ പിന്നെ വായിക്കുള്ളൂ. അതിന്റെ ഒരു ക്വാളിറ്റി നമുക്കറിയാലോ. പിന്നെ ഞാൻ ഫ്രണ്ട്സിനൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കും. ഒരുപാട് സന്തോഷമായി. ഞാൻ ഇതിൽ എപ്പോഴും ഓട്ടോ ഓടിച്ച് പോകുമ്പോ നോക്കും. അപ്പൊ സാറിന് ഇന്നാണ് ഒന്ന് കാണാൻ പറ്റിയത്. ഞാനങ്ങനെ വായിക്കണ ആളല്ലായിരുന്നു. സാറിന്റെ ചെറിയ കുറിപ്പുകൾ ഇങ്ങനെ വായിച്ചു ഇപ്പൊ എനിക്ക് വായിക്കാൻ വെറുപ്പില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇട്ടില്ല ഒരു സ്ത്രീ സമത്വത്തിനെ കുറിച്ച്. അത് എന്തോരം കമന്റ് ഉണ്ട് അതില്. സാറിന് ഷെയർ പോയി. ഒരാൾ വിളിച്ചേ, ഞാനത് ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തത്. പെട്ടെന്ന് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ എന്താ ഒരു സഹായം ചെയ്യോ സാറേ? എന്താ? അത് ഈ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തേ കുറെ പാടമുണ്ട്. കുറച്ചൊക്കെ കൃഷിയുണ്ട്. ഇപ്പൊ
ഈ മുടക്ക് ദിവസങ്ങളിൽ ഈ കോറി വേസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ട് അത് നികത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്തോ ഷോപ്പിംഗ് മാൾ എന്തോ ഒക്കെ പണിയാനുള്ള ഒരു പരിപാടിയാണ്. ഞങ്ങൾ കുറെ പേർക്ക് പരാതി കൊടുത്ത്, പക്ഷെ ഒന്നും ആരും ശ്രദ്ധിക്കണില്ല. അപ്പൊ സാറിന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടാല് അത് അധികാരികൾ ശ്രദ്ധിക്കുകയും ചെയ്യും, ചർച്ചയാകുകയും ചെയ്യും. സാറിനെ പോലത്തെ ഉള്ളവർ അതിൽ ഇടപെട്ടെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഈ സാധാരണ പാവപ്പെട്ടവർ ഒരു 5 സെന്റ് വീട് വെക്കാൻ നിർത്താൻ ചെന്നാൽ തന്നെ സാറിന് അറിയാലോ. സാർ ആ വിഷയമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ പ്രകൃതി സംരക്ഷണത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ. അപ്പൊ ഞാനൊരു ഫോട്ടോ തരാം, സാർ ഒന്ന് അതിലിട്ടിട്ട് ഒരു കുറിപ്പ് എഴുതും. അല്ല സാറേ, ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ കോറിയുടെ വേസ്റ്റ് കൊണ്ടൊന്ന് അടിച്ചതേ, ഞാൻ ആ ഫോട്ടോ സാറിന് ഒന്ന് ഇട്ട് അപ്പൊ സാറിന്റെ നമ്പർ ഒന്ന് നമ്പർ 9495. ഞാനിത് സേവ് ചെയ്തിട്ട് സാറിന്റെ കയ്യിലോട്ട് ഇടാം. എന്നെ അന്വേഷിച്ചാൽ മതി. പാരിയാതന്നെ മറ്റേ അമ്പലമുക്കിലെ പ്രസിഡന്റ് ആണ്. അപ്പൊ ഒരുപാട് സന്തോഷം സാർ. സാർ ഒരു സെൽഫി. ഒരു സെക്കൻഡ് അങ്ങോട്ട്. അല്ല ഇങ്ങനെ വേണ്ടടാ, ഇങ്ങനെ വേണ്ട. അങ്ങനെ അതന്നെ. ശരി സാർ. ഓക്കെ, ഭയങ്കര ശരിടാ. ഓക്കെ, പോവാ. ഓക്കെ സാർ. അയ്യോ ഗേറ്റ് അടച്ചിട്ടേക്കാം. ഇത്രയും നല്ലൊരു മനുഷ്യനൊക്കെ അയ്യോ മന്മേട്ടാ, അതെ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ കുറിച്ച് എന്താണ് മന്മേട്ടന്റെ അഭിപ്രായം? എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഇല്ലേ, മനുഷ്യന് മനസ്സിലാവുന്ന രീതി പറയും. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ സ്നേഹിച്ചൊക്കെ പുറകെ നടക്കൂല, അതിനെ കുറിച്ചൊരു അഭിപ്രായം എന്താണ്? നല്ല തല്ല് കിട്ടാത്തതിന്റെ കുറവാണ്. അതിന് തല്ലേം കൊല്ലേം ചെയ്യരുത്, പിന്നെ അതൊന്നും വലിയ കുറ്റമല്ല. പ്രോത്സാഹിപ്പിക്കണോ? എന്റെ മന്മേട്ട, അത് മനുഷ്യന്റെ ബേസിക് നീഡിൽ നിന്ന് എമർജ് ചെയ്യണ ഒരു നാച്ചുറൽ പ്രോസസ്. ഞാൻ ഈ പള്ളിക്കൂടത്തിൽ പഠിച്ചപ്പോൾ ഇംഗ്ലീഷ് ഉള്ളതുകൊണ്ടാണ് പഠിത്തം നിർത്തിയത്. നീ അതിന്റെ മലയാളത്തിൽ കാര്യം പറ. ഇതധികം പഠിക്കണ്ടെന്ന്, അതിനെക്കുറിച്ച് വിവരമുള്ളവരൊക്കെ ഇത് ഫേസ്ബുക്കിൽ എഴുതണുണ്ട്. അത് വായിക്കുകയും യൂട്യൂബിൽ കേൾക്കൊക്കെ ചെയ്ത് നമുക്ക് അതിന്റെ വിവരം. എന്താ നീ ഇപ്പൊ പറഞ്ഞെന്തെന്ന് സംഭവം? അതെ, സ്വതസിദ്ധമായി നമ്മുടെ മനുഷ്യന് ഉണ്ടാകണ ഒരു അവസ്ഥയാണത്. അല്ലാതെ അത് കുറ്റവും കുഴപ്പമില്ല. നമ്മളതിനെ എതിർക്കേണ്ട കാര്യമില്ല. ആവശ്യമുള്ളവർക്ക് ആവാം, അല്ലാത്തവരടങ്ങിയിരിക്കാം. നീ പറഞ്ഞു പറഞ്ഞത് കണ്ടവന്റെ ഭാര്യയെ കൈയും കണ്ണും ഒക്കെ കാണിച്ച് വളച്ചെടുക്കണത് അത് ഒരു അവസ്ഥയാണെന്നല്ലേ? നമ്മളൊരു ഇത്തിരി കൂടി സോഷ്യലായിട്ട് ചിന്തിക്കണം. അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ആയിക്കോളൂ എന്ന് പറഞ്ഞതിനാ. അതെ, നാളെ മുതല് നീ എന്റെ ഭാര്യയുടെ ഓട്ടമാണല്ലോ ഓടണം, അത് എടുക്കാൻ നീ വീട്ടിൽ വരണ്ട. ഞാൻ വണ്ടി ഇവിടെ സ്റ്റാൻഡിൽ എത്തിച്ചു തരാം കേട്ടാ. എന്താ നീയൊക്കെ ഇങ്ങനെ കണ്ണവൻ പറയണ അതും കേട്ട് അങ്ങനെ പോണ ആൾക്കാരുടെ തന്നെ ഞാൻ എന്താ പറയണം? എന്റെ പൊന്നി അങ്ങായിമാരെ, ഇവന്റെ പ്രഭാഷണം കേട്ടിട്ട് നിങ്ങൾ അതുപോലെ ഒന്നും പ്രവർത്തിക്കില്ല. തല്ലുകൊണ്ട് ചാവും. അവനിപ്പോ ഒന്നും നോക്കാനില്ലല്ലോ. മന്മേട്ടാ, അത് നോക്കിയേ. എന്ത് കണ്ടാ? അതെന്താണെന്നറിയോ, നാളെ എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു, അപ്പൊ എനിക്ക് പോകേണ്ടി വരും. സത്യം പറഞ്ഞ ഇപ്പോഴത്തെ പിള്ളേരാണ് കറക്റ്റ്. അവർക്ക് ഇഷ്ടമുള്ള ആളെ കണ്ടെത്തി അവര് പരസ്പരം സന്തോഷമായിട്ട് അങ്ങോട്ട് ജീവിക്കുകയാണ്. എല്ലാ ദിവസവും ആ പയ്യനാണ് ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞ ആ കൊച്ചിനാ. ശരി. ഏതാ ചെറുക്കൻ? ആ പയ്യനറിയൂലേ? നല്ല പയ്യനാണ്. നമ്മുടെ വക്കീല് സത്യശീലനില്ലേ, ഫേസ്ബുക്കിൽ കുറിപ്പൊക്കെ എഴുതണ പുള്ളിയുടെ മോനാണ്. നല്ല പയ്യനാണ്. ഞാനിപ്പോ എവിടെ പോണ? ഒരു ഓട്ടോ ഉണ്ട്. ഒരു ഓട്ടോ ഉണ്ട്. അല്ല മന്മേട്ട, ഒന്നും പറഞ്ഞില്ല.